الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أعوذ بالله من الشيطان الرجيم قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم قالوا طائركم معكم أئن ذكرتم بل أنتم قوم مسرفون സ്നേഹമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. കഴിവിന്റെ പരമാവധി ഈ ഉപദേശത്തോട് നീതി പാലിച്ചുകൊണ്ട് ജീവിക്കുവാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരിക്കുവാനുമുള്ള സൗഭാഗ്യം നൽകി അല്ലാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരിക്കുക എന്നത് ഓരോ സത്യവിശ്വാസിയുടെയും ആഗ്രഹമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരിക്കണമെങ്കിൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂർത്തീകരിക്കുന്നവരിൽ നാം ഓരോരുത്തരും ഉൾപ്പെടുവാനുള്ള രൂപത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയെ മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അത് ജീവിതത്തിൽ കൃത്യമായ രൂപത്തിൽ പാലിക്കുന്ന പ്രാവർത്തികമാക്കുമ്പോൾ നേരിടേണ്ടി വരുന്ന പരീക്ഷണങ്ങളും പ്രയാസങ്ങളും സഹിക്കുവാനും മറ്റേതൊരു ഇഷ്ടത്തെക്കാൾ കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടമാണ് ഏറെ പ്രാധാന്യത്തോടുകൂടി നാം കാണേണ്ടത് എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ആഗ്രഹമായ
ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ ഉച്ചരിച്ചു മരിക്കുവാനുള്ള സൗഭാഗ്യം നമുക്ക് ലഭിക്കുകയുള്ളൂ. അത് ലഭിക്കുക എന്നുള്ളതാണ് ദുനിയാവിൽ വളരെ കുറച്ച് കാലഘട്ടത്തെ ജീവിതത്തിലൂടെ നാം ഓരോരുത്തരും നേടിയെടുക്കേണ്ട സൗഭാഗ്യമെന്ന് വിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളും അടിക്കടി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കുക, അത് അറിയുക, അത് തിരിച്ചറിയുക എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂർത്തീകരിക്കുന്നവരിൽ ഉൾപ്പെട്ടവരായി മരിക്കുക എന്നുള്ളത് അതിലേറെ പ്രാധാന്യമുള്ള കാര്യവും തന്നെയാണ്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങളാണ് ഇന്നത്തെ ഖുതുബയിലും ഓർമ്മപ്പെടുത്തുവാനായി ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിന്റെ ഇടയിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അതുപോലെ ശിർക്കൻ നടപടിക്രമങ്ങളും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ജാഹിലിയ കാലഘട്ടത്തിൽ അഥവാ വിവരമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ചിലപ്പോൾ നാമും അറിയാതെ അതിന്റെ കണ്ണികളായി മാറിയിട്ടുണ്ടാകാം. അങ്ങനെ മാറിയിട്ടുണ്ട് എങ്കിൽ തന്നെ തിരിച്ചറിയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഖേദിച്ചു മടങ്ങുവാനുള്ള വിശാലമായ മനസ്സ് നാം ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കണമെന്നുള്ളത് ഈ സംസാരം നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നുണ്ട്. ലോകത്തേക്ക് കടന്നു വന്ന അമ്പിയാക്കന്മാരെല്ലാവരും ലോകത്തുള്ള ജനതയോട് പ്രഖ്യാപിച്ച പ്രഖ്യാപനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. വിശുദ്ധ ഖുർആൻ അത് ഒരുപാടിടങ്ങളിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ല അന ഫഅബ്ദൂൻ എന്ന് വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. നബിയെ അങ്ങേക്ക് മുമ്പ് ഒരു പ്രവാചകനെയും ഒരു നബിമാരെയും നാം നിയോഗിച്ച് പറഞ്ഞയച്ചിട്ടില്ല. ഇല്ല നൂഹി ഇലൈഹി, ആ നബിക്ക് നാം വഹ്യ് നൽകാതെ. എന്താണ് ആ വഹ്യ്? അന്നഹു ലാ ഇലാഹ ഇല്ല അന, ഞാനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്നുള്ളതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കാതെ, ആ ദിവ്യ സന്ദേശം കൊടുക്കാതെ ഒരു നബിമാരെ പോലും നാം നിയോഗിച്ചു പറഞ്ഞയച്ചിട്ടില്ല നബിയെ എന്ന് നബിയെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഫഅബ്ദൂനി, എന്നെ മാത്രമായിരിക്കണം നിങ്ങൾ ഓരോരുത്തരും ആരാധിക്കേണ്ടത് എന്ന് വളരെ ഗൗരവത്തിൽ വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്ത് പറയുന്ന ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അഥവാ ലോകത്തേക്ക് കടന്നു വന്ന മുഴുവൻ നബിമാരും പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ പൂർത്തീകരണമാണ് അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നിർവഹിച്ചത് എന്ന് വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. സൂറത്തു യാസീൻ 36-ാമത്തെ അധ്യായം നമുക്ക് ഏവർക്കും സുപരിചിതമാണ്. അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിലെ ഒരു ബഹുഭൂരിഭാഗം ആളുകളും കാണാതെ ഓതിക്കൊണ്ടിരിക്കുന്ന ഒരു അധ്യായമാണല്ലോ സൂറത്തു യാസീൻ. കാണാതെ പഠിക്കുന്നത് അതൊരു അന്ധവിശ്വാസത്തിന്റെ പേരിലാണ്. കാണാതെ പഠിച്ചു എന്ന് കരുതിയിട്ട് അത് മരണ വീട്ടിൽ ഓതുവാനോ അല്ലെങ്കിൽ മരിച്ച വീട്ടിൽ ഖത്തം തീർക്കുന്നതിന് വേണ്ടിയിട്ട് അതിനെ ചേർത്ത് വെക്കുവാനോ ഉള്ള രേഖയായിട്ട് ഈ സംസാരത്തെ ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. അങ്ങനെ ഒരു അന്ധവിശ്വാസത്തിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ മുസ്ലിം സമൂഹം മനഃപ്പാഠമാക്കിയ ഒരു സൂറത്താണ് സൂറത്തു യാസീൻ. ആ സൂറത്തു യാസീനിലെ 18-19 ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അതിനുശേഷമുള്ള കുറച്ച് ആയത്തുകളിൽ അല്ലാഹു പഠിപ്പിക്കുന്നത്, ഒരു സമൂഹത്തിലേക്ക് 2 നബിമാരെ അല്ലാഹു നിയോഗിച്ചു. ആ 2 നബിമാരെയും ആ സമൂഹം നിഷേധിച്ചു. മൂന്നാമത് നബിയെ കൊണ്ട് അവരെ ശക്തിപ്പെടുത്തി. ആ 3 പേരെയും അവർ നിഷേധിച്ചു. അപ്പോൾ 4-ാമനായ ഒരു മനുഷ്യന് ആ പട്ടണത്തിന്റെ അങ്ങേയറ്റത്ത് നിന്ന് അള്ളാഹു പറഞ്ഞയക്കുന്നു 4-ാമതൊരു നബിയായിക്കൊണ്ട്. അഥവാ ഒരു ഗോത്രത്തിലേക്ക്, ഒരു ചെറിയ പ്രദേശത്തേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കുവാൻ ഒരു സമയത്ത് തന്നെ ഒരേ ഭാഷ സംസാരിക്കുന്ന 4 നബിമാരെ അള്ളാഹു പറഞ്ഞയച്ചു. ആ പറഞ്ഞയച്ച സമയത്ത് ആ നബിമാരോട് ആ സമൂഹം പറഞ്ഞതായ വാക്കുകൾ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഖാലൂ ഇന്നാ തതയ്യർനാ ബിക്കും ലഇൻ ലം തൻതഹു ലനർജുമന്നകും വലയമസ്സന്നകും മിന്നാ അദാബുൻ അലീം. അവർ പറഞ്ഞു, വഖാലു, അവർ പറഞ്ഞു, ഇന്നാ തതയ്യർനാ ബിക്കും, നിങ്ങൾ കാരണത്താൽ ഞങ്ങൾക്കിതാ ശകുനം ബാധിച്ചിരിക്കുന്നു. നിങ്ങൾ കാരണത്താൽ ഞങ്ങൾക്ക് ശകുനം ബാധിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാവിധ നന്മകളും ഇതാ പോയി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഈ സമൂഹത്തിലേക്ക് വന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതുകൊണ്ടില്ല സമൂഹം ഭിന്നിച്ചു പോവുകയാണ്, കക്ഷികളായി തിരിയുകയാണ്. ഐക്യത്തിലുണ്ടായിരുന്ന ഒരു
മഹല്ലിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് നിങ്ങൾ ഭിന്നിപ്പുണ്ടാക്കിയില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ആ സമൂഹവും ആ നബിമാരുടെ നേരെ തിരിഞ്ഞു. നിങ്ങൾ ഞങ്ങളിലേക്ക് വന്നത് നന്മയായിട്ടല്ല, ഞങ്ങൾക്കുണ്ടായിരുന്ന സകല നന്മകളും തകർത്ത് കളയുന്ന സഗുണമായിക്കൊണ്ടാണ് നിങ്ങൾ വന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല എങ്കിൽ ലനർജുമന്നക്കും, നിങ്ങളെ ഞങ്ങൾ എറിഞ്ഞാട്ടുക തന്നെ ചെയ്യും, എറിഞ്ഞി നാട്ടിൽ നിന്ന് ഓടിക്കും. അതുമല്ലെങ്കിൽ വലയമസ്സന്നക്കും മിന്നാ അദാബുൻ അലീം, ഞങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വേദനയേറിയ ശിക്ഷ ബാധിക്കുക തന്നെ ചെയ്യുമെന്ന് നബിമാരോടായിക്കൊണ്ട് ആ സമൂഹം പറയുകയാണ്. എന്താ ഇവിടെ സഗുനപ്പിഴ എന്ന് പറയാൻ കാരണം? എന്താ ഇവിടെ സഗുനം എന്ന പ്രയോഗം? മുസ്ലിം സമൂഹം ഇന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച, മുഹമ്മദ് റസൂലുള്ളാഹി പ്രഖ്യാപിച്ച, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് പറയുന്ന, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് പറയുന്ന മുസ്ലിം സമൂഹത്തിലേക്ക് പോലും ഈ സഗുനം കടന്നു വന്നിട്ടില്ല എന്ന് ആത്മാർത്ഥമായി നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടവരാണ്. നമുക്കറിയാം മുഹറം മാസത്തിലാണ് നമ്മളുള്ളത്. മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ എന്തായി കാണുകയാണ്? നഹസായി കാണുകയാണ്. എന്താ നഹസ്? സഗുനമാണ്. ചില കലണ്ടറുകൾ എടുത്ത് പരിശോധിച്ചു നോക്കുക. 10 രൂപയ്ക്കും 15 രൂപയ്ക്കും നമ്മുടെ വീടുകളിലേക്ക് കൊണ്ടുവന്ന് തന്ന കലണ്ടർ ഉണ്ടല്ലോ. ഈ വർഷത്തെ കലണ്ടർ പരിശോധിച്ചോ? ദുൽഹിജ്ജ 7 വെട്ടും നഹസാണ്, ശകുനമാണ് എന്ന് പഠിപ്പിക്കപ്പെടുകയാണ്. എവിടെ നിന്നാണ് മുസ്ലിം സമൂഹത്തിന് ഈ ശകുനം കിട്ടിയത്? ഇങ്ങനെ ഏതെങ്കിലും ഒരു ദിവസത്തിനോ, ഏതെങ്കിലും ഒരു മാസത്തിനോ, ഏതെങ്കിലും ഒരു സമയത്തിനോ, ഏതെങ്കിലും ഒരു ദിവസങ്ങൾക്കോ ശകുനം നിശ്ചയിച്ചതായിട്ട് ഇസ്ലാം പറഞ്ഞു തരുന്നില്ല. നിങ്ങൾ കാലത്തെ നിങ്ങൾ ആക്ഷേപിക്കരുത്. കാരണം അനദ്ദഹർ, ഞാനാകുന്നു കാലമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ നബിമാർ അവരോട് മറുപടി പറയുകയാണ്. ഖാലു, അവർ പറഞ്ഞു, ആ നബിമാർ പറഞ്ഞു, ത്വാഇറുക്കും മഅക്കും, നിങ്ങളുടെ ശകുനം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നിങ്ങളുടെ വിശ്വാസത്തിലാണ് ശകുനം ഇരിക്കുന്നത്. നിങ്ങൾ ആചരിച്ചു പോരുന്ന ചില നിലപാടുകളിലാണ് ശകുനമുള്ളത് എന്ന് പറഞ്ഞു. സതുപദേശം നൽകപ്പെട്ടതുകൊണ്ടാണോ ഞങ്ങളെപ്പറ്റി നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? ബൽ അൻതും ഖൗമുൻ മുസ്രിഫൂൻ, എന്നാൽ നിങ്ങൾ അതിരുവിട്ട ഒരു ജനവിഭാഗം തന്നെയാണ്. പല സ്ഥലങ്ങളിലും ഈ ആയത്തിന്റെ അതേ അർത്ഥത്തിലുള്ള വചനങ്ങൾ അല്ലാഹു ഉപയോഗിച്ചിരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും വിശുദ്ധ ഖുർആനിൽ. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക, ഇവിടെ നബിമാർ വന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോൾ ആ സമൂഹം അവരോട് ചോദിക്കുന്നത് എന്താ? ശകുനം ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്താ ശകുനം? ഞാൻ വിശദീകരിക്കാതെ തന്നെ എന്റെ മുന്നിലിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അതിന്റെ എട്ടുസെറ്റ് കാര്യങ്ങൾ അറിയാം. ഒരു വീട് നിർമ്മിക്കാൻ തറ പണിയണമെങ്കിൽ, അല്ലെങ്കിൽ സ്ഥലം വാങ്ങണമെങ്കിൽ, അല്ലെങ്കിൽ വാതിൽ വെക്കണമെങ്കിൽ, അല്ലെങ്കിൽ വാർപ്പ് നടത്തണമെങ്കിൽ, ആ വീട്ടിലേക്ക് കയറി താമസിക്കണമെങ്കിൽ, അതേപോലെ ഒരു ചെറുക്കൻ ഒരു പെൺകുട്ടിയെ കാണാൻ പോകണമെങ്കിൽ, കല്യാണം നിശ്ചയിക്കണമെങ്കിൽ, കല്യാണം ഇറങ്ങണമെങ്കിൽ, യാത്ര പോകണമെങ്കിൽ, തിരിച്ച് ചെറുക്കനും പെണ്ണും കൂടി വധൂവരനും കൂടി വീട്ടിലേക്ക് കയറണമെങ്കിൽ പോലും ശകുനം നിശ്ചയിക്കുന്ന സമൂഹമായിക്കൊണ്ട് മുസ്ലിം സമൂഹം അതപ്പതിച്ചു പോയിരിക്കുന്നതായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എവിടെ നിന്ന് ശകുനം വന്നു? ആ ശകുനത്തിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ അത് ശിർക്കാണ് എന്ന് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവത്തിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ അജുവ വലാ ത്യൂറത വലാ ഹാമത വലാ സഫറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലാ അജുവ, രോഗപകർച്ച എന്ന് പറയുന്നതില്ല. രോഗപകർച്ച ഉണ്ടാവുകയില്ല. എന്തിന്റെ അടിസ്ഥാനത്തിൽ? ശകുനത്തിന്റെ അടിസ്ഥാനത്തിൽ. വലാ ത്യൂറത, അതുപോലെ തന്നെ ശകുനവുമില്ല. മുസ്ലിം സമൂഹത്തിന് എന്തില്ല? ശകുനമില്ല എന്ന് നബി പഠിപ്പിക്കുകയാണ്. വലാ ഹാമത, അതേപോലെ ദുഃഖവാർത്ത കൊണ്ടുവരപ്പെടുമെന്ന് പറയുന്ന കൂമനുമില്ല. ചില പക്ഷികൾ കരയാൻ പാടില്ല നമ്മുടെ നാട്ടിൽ, ചില മൃഗങ്ങൾ ശബ്ദിക്കാൻ പാടില്ല നമ്മുടെ നാട്ടിൽ. എന്താ കാരണം? അത് ശകുനമാണ് പോലും. ശരിയല്ലേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ദുഃഖവാർത്ത കൊണ്ടുവരുമെന്ന് പറയപ്പെടുന്ന അങ്ങനെയുള്ള ഒരു കൂമനുമില്ല. വലാ സഫറ, സഫർ മാസത്തിൽ തിന്മ വരുമെന്ന് വിശ്വാസവുമില്ല. അക്കാലഘട്ടത്തിലുള്ള വിശ്വാസം നബി പറയുകയാണ്. അതിന്റെ കൂടെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വാചകവും കൂടി ചേർത്ത് വെക്കണം. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇസ്ലാമിന്റെ ഓരോ ഇഴകളും അഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. എങ്ങനെയല്ല എങ്കിൽ ജാഹിലിയ്യത്ത് എന്താണെന്ന് പഠിക്കാതെ ഒരാൾ മുസ്ലിമായി ജീവിക്കാൻ ശ്രമിച്ചാൽ
ഇസ്ലാമിന്റെ ഓരോ ഇടകളും അവരിൽ നിന്ന് അഴിഞ്ഞു പോകും. എന്താ ജാഹിലിയത്ത് പഠിക്കണം എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറഞ്ഞു തരാം. ജാഹിലിയ കാലഘട്ടത്തിലെ സ്ത്രീകൾ അണിഞ്ഞൊരുങ്ങിയാണ് നടന്നിരുന്നത്. പുരികം പറിച്ചുകൊണ്ട്, അതുപോലെ തന്നെ പല്ലുകളൊക്കെ രാഗി മിനുക്കി, സൗന്ദര്യത്തിന്റെ ഏതൊക്കെ തലങ്ങളുണ്ട് അതൊക്കെ പാലിച്ചുകൊണ്ടാണ് അന്ന് ജാഹിലിയത്തിൽ പെണ്ണുങ്ങൾ നടന്നിരുന്നത്. ഇന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണ പെണ്ണുങ്ങളുടെ കോലെന്താ? മാതാപിതാക്കൾക്ക് മിണ്ടാനുള്ള അവകാശമില്ല, ഭർത്താവിന് പോലും മിണ്ടാനുള്ള അവകാശമില്ല. അപ്പൊ ജാഹിലിയത്ത് എന്താണെന്ന് പഠിക്കണം. അതേപോലെ തന്നെ ജാഹിലിയത്തിലുള്ള സകല അന്ധവിശ്വാസങ്ങളും മുസ്ലിം സമൂഹത്തിലേക്ക് ഓരോ ദിവസം കഴിയുന്തോറും മടങ്ങി 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 വന്നുകൊണ്ടിരിക്കുകയാണ്. ഇമാം തുർമുദി ഉദ്ധരിച്ച ഹദീസ്, ഇമാം മുസ്ലിമിന്റെ ഹദീസിൽ ഇപ്രകാരവും കൂടിയുണ്ട്, വല നൗഅ വല ഹൗല. എന്താ നൗഅ എന്ന് പറഞ്ഞാൽ ഞാറ്റുവേല കാരണത്താൽ മഴ ലഭിച്ചു, ന്യൂനമർദ്ദ കാരണത്താൽ. എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, നമ്മൾ പറഞ്ഞു പോകുന്നവരാണല്ലോ. അത് കാരണത്താൽ, ചില നക്ഷത്രങ്ങൾ കാരണത്താൽ മഴ ലഭിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പറച്ചിലില്ല. അതേപോലെ തന്നെ മറ്റു ചില അന്ധവിശ്വാസങ്ങൾക്ക് ഇസ്ലാമിൽ യാതൊരുവിധ സ്ഥാനവുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേർക്ക് നേരെ പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ നബി പഠിപ്പിച്ചു, ലാ അദുവ വലാ സീറത, ശകുനവുമില്ല, അതേപോലെ തന്നെ രോഗപ്പകർച്ചയുമില്ല. എന്നാൽ വയവജുബിനി അൽ ഫഅൽ എന്ന് പറയുന്നത് എനിക്കിഷ്ടമാണ്. സഹാബത്ത് ചോദിച്ചു, ഖാലു വമൽ ഫഅൽ, എന്താ റസൂലേ ഫഅൽ എന്ന് പറഞ്ഞാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ കലിമത്തു ത്വയ്യിബ, നല്ല വാക്കുകളാണ്, നല്ല വാക്കുകളാണ് അൽ ഫഅൽ. എന്നാൽ നിങ്ങൾ ഒരു യാത്ര പോകുന്നു, അയാളോട് നല്ല വാക്കുകൾ പറയൂ. ഒരു കാര്യം തീരുമാനിക്കുന്നു, അദ്ദേഹത്തോട് നല്ല വാക്കുകൾ പറയൂ. ശകുനത്തിന്റെ വാക്കുകളോ സംസാരങ്ങളോ ഇല്ലാതെ നല്ല നല്ല കാര്യങ്ങൾ പറയുന്നു, അതെനിക്കിഷ്ടമുള്ള കാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അതേപോലെ നബിയിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ശകുനത്തെ കുറിച്ച് നബിയുടെ അടുക്കൽ പരാമർശിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അഹ്സനുഹ അൽ ഫഅൽ, അതിൽ ഏറ്റവും നല്ലതേതാ? ഇപ്പോൾ നമ്മൾ പറഞ്ഞ നല്ല നല്ല വർത്തമാനങ്ങളാണ്. അതിനൊരു പ്രത്യേകതയുണ്ട്, ലാ തറുദ്ദു മുസ്ലിമ, ഈ നല്ല വാക്ക് ഒരാളെ ഒരു കാര്യത്തിൽ നിന്നും മടക്കിയേക്കില്ല. ഒരു നല്ല വാക്ക് ഒരാൾ പറഞ്ഞു നോക്കൂ, അയാൾ നല്ല പോകുന്ന ആവശ്യത്തിന് മടങ്ങി വരികയില്ല. ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണ്, ആവശ്യത്തിന് പോവാണ്, പേഴ്സ് എടുത്തിട്ടില്ല, പേഴ്സിലാണ് പൈസ ഉള്ളത്. ഭാര്യ പുറകെന്ന് വിളിക്കോ? സുബൈ നമസ്കരിച്ചിട്ട് ഇറങ്ങിയിരുന്ന പെണ്ണാണ്, വിളിക്കോ ഭർത്താവിനെ പറയുന്ന? വിളിക്കൂല. കാരണം എന്താ? വിളിച്ചാൽ പോണ കാര്യം നടക്കൂല. ശരിയല്ലേ? അതുപോലെ തന്നെ ചില പക്ഷികൾ കരഞ്ഞാൽ, അതുപോലെ കറുത്ത പൂച്ച വട്ടം ചാടിയാൽ, അങ്ങനെ 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 ഒരുപാട് അന്ധവിശ്വാസങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നല്ല വാക്ക് നിങ്ങൾ ഒരാളോട് പറഞ്ഞാൽ ഒരു മുസ്ലിമിനെയും ഒരാവശ്യത്തിൽ നിന്നും ആ നല്ല വാക്കുകൾ പിന്തിരിക്കുകയില്ല. ഫഇദാ റഅ അഹദുക്കും മാ യക്റഹു, എന്നാൽ പോകുന്ന വഴിയിൽ നിങ്ങൾക്ക് മാനസികമായ വിഷമമുണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു സംഗതി കാണുകയാണെങ്കിലോ ഫൽയഖുൽ, അപ്പോൾ അവൻ എന്തു പറയണം? വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം കാണുകയാണെങ്കിൽ അവൻ പറയേണ്ടതെന്താ? അല്ലാഹുമ്മ ലാ യഅതി ബിൽ ഹസനാതി ഇല്ലാ അൻത, അല്ലാഹുവേ നന്മകൾ നിന്നിലൂടെയല്ലാതെ കൊണ്ടുവരപ്പെടുകയില്ല, നന്മ കൊണ്ടുവരാൻ നിനക്കല്ലാതെ മറ്റൊരാൾക്കും സാധിക്കുകയില്ല. വലാ യദ്ഫഉ സയ്യിആതി ഇല്ലാ അൻത, നിനക്കല്ലാതെ തിന്മകളെ തടയുവാനും സാധ്യമല്ല. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബിക, നിന്നെ കൊണ്ടല്ലാതെ ശക്തിയോ കഴിവോ ഇല്ല എന്നതായിരിക്കണം ഒരു മുസ്ലിം പറയേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. പോകുന്ന വഴിയിൽ ഒരു അപകടം അല്ലെങ്കിൽ മോശമായ ഒരു സംഗതി കണ്ട് മനസ്സിനൊരു വിഷമുണ്ടാക്കണമെങ്കിൽ എന്ത് പറയണം? അല്ലാഹുവേ നിന്നെ കൊണ്ടല്ലാതെ നന്മകൾ കൊണ്ടുവരാനോ നിന്നെ കൊണ്ടല്ലാതെ ചീത്തയായ കാര്യങ്ങളെ തടയുവാനോ നിനക്കല്ലാതെ ശക്തിയോ കഴിവോ ഒന്നുമില്ല എന്ന് ഞാൻ നിന്നോട് പറയുകയാണ്. ഇത് പറയാൻ നമുക്ക് സാധിക്കാറുണ്ടോ? ഭാര്യ ഞാൻ പിന്നീന്ന് വിളിച്ചാൽ ആ പോക്ക് ക്യാൻസൽ ചെയ്ത് അന്നത്തെ ദേഷ്യം മൊത്തം ഭാര്യയോട് തീർക്കുന്ന മുസ്ലിം സഹോദരങ്ങളാണ് ഇന്ന് സമൂഹത്തിലുള്ളത്. അങ്ങനെ ഒരു അന്ധവിശ്വാസം അത് ശുറുക്കിലേക്ക് എത്തും എന്ന് നബി പഠിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത്വീറത്തു ശുർകുൻ, അത്വീറത്തു ശുർകുൻ, അത്വീറത്തു ശുർകുൻ. ശകുനം നോക്കുക എന്നുള്ളത് ശിർക്കാണ്, അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ്.
എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞു. ശകുനം നോക്കി നല്ല സമയവും ചീത്ത സമയം നോക്കുക എന്നുള്ളത്, കല്യാണത്തിന് നല്ല സമയം നോക്കുക എന്നുള്ളത്, വരനിറങ്ങാൻ നല്ല സമയം നോക്കുക എന്നുള്ളത് ശിർക്കാണ്. വിശ്വാസികളെ, മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. ശിർക്ക് ചെയ്തിട്ടാണ് ഒരു കാര്യത്തിന് പോകുന്നത് ഇന്ന് മുസ്ലിം സമൂഹം. ശരിയല്ലേ? ഉസ്താദ് വന്ന് നിശ്ചയിച്ച സമയം 10 മണിയാണ്. അതുകൊണ്ട് 10:05 പാടില്ല, 9:55 പാടില്ല. 10 മണിക്ക് വലതുകാലം വെച്ച് ഇറങ്ങിയിരിക്കണം. ശരിയല്ലേ? ആരത് ചെയ്യുന്നത്? കുൻതും ഖൈറ ഉമ്മ, നിങ്ങളാണ് ഏറ്റവും നല്ല സമൂഹം, നിങ്ങളാണ് ഏറ്റവും നല്ല സമൂഹമെന്ന് വിശുദ്ധ ഖുർആൻ സർട്ടിഫൈ ചെയ്ത ഒരു സമൂഹത്തിന്റെ വിശ്വാസത്തിൽ വന്ന വൈകല്യങ്ങളെയാണ് ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് നബി പറഞ്ഞു, ഇന്നമാ ത്വയ്റത്തു, ശകുനം എന്ന് പറഞ്ഞാൽ എന്താ? നിശ്ചയമായും ശകുനം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ശകുനം നോക്കുക എന്ന് പറഞ്ഞാൽ, മാ അംവാക ഔ റദ്ദക, നിന്നെ പോകാൻ പ്രേരിപ്പിക്കുന്ന ഘടകം, നിന്നെ തടയുന്ന ഒരു ഘടകം, അതാണ് ശകുനം നോക്കൽ. ശകുനം നോക്കി നല്ല സമയമാണ്, പോയിക്കോ, നോക്കൂ. ശകുനം നോക്കി സമയം കൊള്ളില്ല, ദിവസം പറ്റില്ല, അതുകൊണ്ട് പോകാൻ പറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു. ഇതിനപ്പുറത്തേക്ക് ഇനി മനസ്സിലാക്കാൻ ഒരു കാര്യം വേണ്ട, ഈ ഒരു ഒറ്റ ഹദീസ് മനസ്സിൽ തറപ്പിച്ചിട്ടാൽ മതി. ശകുനം നോക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കാര്യം ചെയ്യാൻ നിന്നെ പ്രേരിപ്പിക്കുന്നു എങ്കിൽ അത് ശകുനമാണ്. ഒരാൾ വന്ന് സമയമൊക്കെ നോക്കി കബഡിയൊക്കെ നിരത്തി, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നൂലാമാലകളൊക്കെ ഒപ്പിച്ച് തിരക്കേടില്ല എന്ന് പറഞ്ഞു, ശരി, ആ സമയത്ത് നീ ഇറങ്ങിപ്പോകുന്നു എങ്കിൽ അതിന് ശകുനം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നീ തീരുമാനിച്ചു കഴിഞ്ഞു ഒരു കാര്യം ചെയ്യണമെന്ന്, ഒരാൾ വന്നിട്ട് പറഞ്ഞു ആ സമയം കൊള്ളില്ല എന്ന് പറഞ്ഞു, നിന്നെ ആ കാര്യം ചെയ്യാതെ തടയുന്നു എങ്കിൽ അതാണ് ശകുനമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. അതേപോലെ തന്നെ നബി പറഞ്ഞു, മൻ റദ്ദതുഹു ത്വയ്റതു അൻ ഹാജതിഹി ഫഖദ് അശ്റക, ഏതെങ്കിലും ഒരാളെ ശകുനം നോക്കിയിട്ട് അവരുടെ കാര്യത്തിൽ നിന്ന് ആ ശകുനം തടഞ്ഞിട്ടുണ്ടെങ്കിൽ, ശകുനം നോക്കി എന്നിട്ട് ആ ശകുനം കാരണത്താ പിന്നെ അവനെ യാത്ര മുടക്കി, അങ്ങനെയാണെങ്കിൽ ഫഖദ് അശ്റക, അവൻ ശിർക്ക് ചെയ്തവനാണ്, അവർ ശിർക്ക് ചെയ്തവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഖാലു, സഹാബത്ത് ചോദിച്ചു, ഫമാ കഫാറതു ദാലിക, നബിയേ അങ്ങനെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്, അതിനുള്ള പരിഹാരം എന്താ? അതിനുള്ള പരിഹാരം എന്താണ് നബിയെ എന്ന് ചോദിച്ചപ്പോൾ നബി പറഞ്ഞു, ഖുൽ അൻ തഖുൽ, നീ ഇപ്രകാരം പറഞ്ഞാൽ മതി, അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറക വലാ ത്വയ്റ ഇല്ലാ ത്വയ്റക വലാ ഇലാഹ ഖൈറക, അല്ലാഹുവേ നീ നിശ്ചയിക്കുന്ന നന്മയല്ലാതെ മറ്റൊരു നന്മയുമില്ല, അതേപോലെ നീ നിശ്ചയിച്ച ശകുനമല്ലാതെ മറ്റൊന്നുമില്ല, നീയല്ലാതെ ഒരാരാധ്യനുമില്ല എന്ന് ആ മനുഷ്യൻ പറയണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇങ്ങനെ ആരെങ്കിലും നോക്കിയിട്ടില്ല അതിന്റെ പരിഹാരം എന്താ? ഈ പ്രാർത്ഥന പഠിച്ചിട്ട് അത് നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ്. അങ്ങനെ അറിവില്ലായ്മ മൂലം ആരുടെയെങ്കിലും ജീവിതത്തിൽ ഇപ്രകാരത്തിലൊന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതേപോലെ അങ്ങനെയൊരു സംഗതിയാണ് മഴ പെയ്യുന്ന സമയത്ത് എന്താ പ്രാർത്ഥിക്കേണ്ടത്? അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ എന്നാണ്. അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, അല്ലാഹുവേ ഗുണകരമായ മഴ നീ ചൊരിഞ്ഞു തരണമേ. അല്ലാഹുമ്മ ഹവാലൈന ലാ അലൈന, അല്ലാഹുവേ ഞങ്ങളുടെ ചുറ്റുമുള്ള പ്രദേശങ്ങൾക്ക് ഉപകാരം കിട്ടുന്ന രൂപത്തിലാക്കണമേ, ഞങ്ങൾക്ക് നേരെ എതിരാക്കരുതേ. എന്ന് പറഞ്ഞാൽ എന്താ? ഈ മഴ വർഷിക്കുന്നതിലൂടെ ഞങ്ങൾക്ക് അപകടമൊന്നും വരുത്തരുത്, ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണമേ എന്ന് ചെയ്യണം. ഒരു വിശ്വാസി പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കുക വേണ്ടത്. അപ്പോഴേക്കും അവരെന്ത് പറയും? അവിടെ ന്യൂനമർദ്ദമുണ്ട്, അപ്പുറത്ത് ഞാറ്റുവേലയുണ്ട്, ആ നക്ഷത്രം അവിടെ അങ്ങോട്ട് നീങ്ങിയത് കൊണ്ടാണ് ചെയ്തത് മഴ പെയ്തത് എന്ന് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഹുദൈബിയയുടെ അന്ന് ഞങ്ങളെ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബഹി നമസ്കരിച്ചു. തലേ ദിവസം പെയ്ത മഴയുടെ അടയാളങ്ങൾ മണ്ണിങ്ങനെ നനഞ്ഞു കിടക്കുന്ന അവസ്ഥയിലാണ് ഞങ്ങളെയുമായി നബി ഹുദൈബിയയുടെ അന്ന് സുബഹി നമസ്കരിച്ചത്. അങ്ങനെ നമസ്കാരം കഴിഞ്ഞു, നബി നേരെ സ്വഹാബത്തിന് നേരെ ഇങ്ങനെ തിരിഞ്ഞു. സുബഹി നമസ്കാരം കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ നബി നേരെ ഇങ്ങനെ തിരിഞ്ഞിരിക്കും. അപ്പൊ സ്വഹാബത്ത് എല്ലാവരും അവിടെ ഇരിക്കും. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തോ സംസാരിക്കാനുണ്ട്. എന്തെങ്കിലോ
നബി എഴുന്നേറ്റ് അല്ലാഹുമ്മ അൻതസ്സലാം മിൻകസ്സലാം തബാറക യാ ദുൽ ജലാലി വൽ ഇക്റാം എന്ന് നബി എഴുന്നേറ്റ് പോകും. പിന്നെ നബി പള്ളിയിൽ അവിടെ ഇരിക്കുന്ന, അല്ലെങ്കിൽ വീട്ടിൽ പോയിരിക്കുന്ന, അവിടെ ഇരുന്നിട്ടാണ് ബാക്കി ദിക്റും ദുആയൊക്കെ. അല്ല ഇമാം അവിടെ ഇരുന്നിട്ട് ഓരോന്ന് ഉറക്കം പറയാണ്ട് അവസാനം ഒന്ന് കൂടി ഒന്ന് പ്രാർത്ഥിക്കുന്ന പരിപാടി ഇസ്ലാമില്ല. നബി എഴുന്നേറ്റ് പോകും. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നബി എന്ത് ചെയ്യും? നേരെ തിരിഞ്ഞ് സഹാബികൾക്ക് നേരെ ഇരിക്കും. ഹുദൈബിയയിൽ അന്ന് സുബഹി നമസ്കരിച്ചിട്ട് നബി അങ്ങനെ ഇരുന്നു. എന്നിട്ട് നബിയോട് ചോദിക്കണ ഹൽ തദറൂന മാദാ ഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് എന്താ പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയുമോ? സഹാബത്ത് പറഞ്ഞു അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവിനും റസൂലിനും അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അസ്ബഹ മിൻ ഇബാദി മുഅ്മിനും ബി വകാഫിർ, ഇന്ന് നേരം പുലർന്ന സമയത്ത് എന്റെ ദാസന്മാരുടെ കൂട്ടത്തിൽ സത്യവിശ്വാസികളായി നേരം വെളുത്തവരുമുണ്ട്, അവിശ്വാസികളായി നേരം വെളുത്തവരുമുണ്ട്. ഇന്നലെ കിടന്നുറങ്ങുമ്പോൾ ഈ രണ്ടു കൂട്ടരുണ്ടായിരുന്നു, സത്യവിശ്വാസികളായിരുന്നു. പക്ഷെ നേരം വെളുത്തപ്പോഴോ അതിൽപ്പെട്ട ഒരു കൂട്ടർ സത്യവിശ്വാസികളായി നിലനിന്നു, മറ്റൊരു കൂട്ടർ അവിശ്വാസികളായി പോയി. നബി പറയണ എന്നാൽ പറഞ്ഞവൻ മുതിർന്ന ബിഫദ്ലില്ലാഹി വറഹ്മതിഹി, സുജൂദ് ചെയ്യുമ്പോൾ നെറ്റിനലഞ്ഞവരുണ്ട്. അപ്പൊ അവൻ പറഞ്ഞു എന്തെന്ന്? അള്ളാഹുവിന്റെ അനുഗ്രഹവും അവന്റെ ഔദാര്യവും കാരണത്താൽ മഴ ലഭിച്ചു. മഴ പെയ്തെന്തുകൊണ്ടാ? അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹമാണ്, അവന്റെ ഔദാര്യമാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് മഴ ലഭിച്ചു എന്ന് പറഞ്ഞവൻ ഫദാലിക മുഅ്മിനും ബി കാഫിറുൻ ബിൽ കവാകിബ്, അവൻ എന്നിൽ വിശ്വസിച്ചവനാണ്, അവൻ സത്യവിശ്വാസിയാണ്, നക്ഷത്രങ്ങളിൽ അവിശ്വസിച്ചവനുമാണ്. എന്നാൽ എന്നാൽ പറഞ്ഞവനോ മുതിർന്ന ഇന്നയിലെ നക്ഷത്രങ്ങൾ കാരണത്താലാണ് മഴ ലഭിച്ചത്, ഇന്നയിലെ ഞാറ്റുവേലകൾ കാരണത്താലാണ് മഴ ലഭിച്ചത് എന്ന് പറഞ്ഞവനോ ഫദാലിക കാഫിറുൻ ബി മുഅ്മിനും ബിൽ കവാകിബ്, മുഅ്മിനും ബിൽ കൗകബ്, എന്നിൽ അവിശ്വസിച്ചു, നക്ഷത്രങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്തു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് വിശ്വാസികളെ മഴ ലഭിക്കുമ്പോൾ, മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ പടിഞ്ഞാറ് ന്യൂനമർദ്ദമുള്ളത് കൊണ്ടാണ് കിഴക്ക് മഴ പെയ്യുന്ന ആരും പറയാതിരിക്കണം. പടിഞ്ഞാറ് ആ മഴയ്ക്ക് ആവശ്യമുണ്ട് എന്ന് അള്ളാഹ് കഴിയുന്ന അള്ളാഹുടെ മഴ പെയ്ച്ചു. അത് അള്ളാഹുടെ ഔദാര്യമാണ്, അള്ളാഹുവിന്റെ കാരുണ്യമാണ്. അതിലുള്ള ഖൈറിനെ ചോദിക്കുകയാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത് എന്ന് ഈ വചനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നാൽ നബി ഒരു പ്രവചനവും കൂടി നടത്തുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രവചനവും കൂടി നടത്തുന്നു. എന്താ പ്രവചനം? അർബഉൻ ഫീ ഉമ്മത്തി മിൻ അംരിൽ ജാഹിലിയ്യ ലാ യത്റുകൂനഹുന്ന, 4 കാര്യങ്ങളുണ്ട്, അതിന്റെ ഉമ്മത്തിൽ അവശേഷിക്കുക തന്നെ ചെയ്യും. ആ 4 കാര്യങ്ങൾ ജാഹിലിയ്യത്തിൽപ്പെട്ടാണ്. ജാഹിലിയ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന 4 കാര്യങ്ങൾ അത് ഇപ്പോഴും എന്റെ സമൂഹത്തിലുണ്ട്. ലാ യത്റുകൂനഹുന്ന, അതിനവർ ഒഴിവാക്കുകയില്ല. ഒന്നാമത്തെ എന്താ? അൽ ഫഖ്റു ഫിൽ ഹിസാബ്, കുലമഹിമയിൽ അഹങ്കരിക്കുക. ഞാൻ ഇന്ന ഗോത്രത്തിൽപ്പെട്ടവനാണ്, ഞാൻ ഇന്ന തറവാട്ടുകാരനാണെന്നൊക്കെ പറയുന്ന അഹങ്കാരം എന്തോന്ന് പരിശോധിച്ചാൽ മതി. വതഅനുഫിൽ അൻസാബ്, അതുപോലെ തന്നെ തറവാടിനെ കുത്തി പറയണം. ആ തറവാട്ടിൽ ജനിച്ചുകൊണ്ടാണ് എനിക്ക് അപമാനം എന്ന രൂപത്തിൽ തറവാടിനെ കുത്തി പറയുന്ന അവസ്ഥ. വൽ ഇസ്തിസ്ഖാഉ ബിൻ നുജൂമി, നക്ഷത്രങ്ങളെ കൊണ്ടാണ് മഴ ലഭിച്ചത് എന്ന് പറഞ്ഞാൽ സമൂഹത്തിലില്ലേ? മുസ്ലിം സമൂഹത്തിലില്ലേ? പരിശോധിച്ചാൽ മതി. 4-മത്തത് വന്നിയാഹ, മരണപ്പെട്ടവർക്ക് വേണ്ടി വിലപിച്ചട്ടഹസിക്കൽ. ഇത് സ്ത്രീകളാണ് കൊടുക്കുന്നത്. ഭർത്താവ് മരിച്ചു, നെഞ്ചത്തടിച്ച്, മാറത്തടിച്ച്, കലമുടി പിച്ചു ചീന്തി, വസ്ത്രം പിച്ചു ചീന്തി കരയാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. കരയണം, പക്ഷേ പോയല്ലോ വന്നല്ലോ ഇനി ആരുള്ളതെന്നൊക്കെ ചോദിച്ച് കരഞ്ഞാൽ ഇസ്ലാമിന് പുറത്തേക്ക് പോകും. കാരണം അള്ളാഹുവിന്റെ വിധിയിൽ എന്ത് ചെയ്യണം? വിശ്വസിക്കണം, ക്ഷമിക്കണം, സഹിക്കണം. അതൊരു സത്യവിശ്വാസിയുടെ ഗുണമാണ്. അപ്പൊ വന്നിയാഹ, അത് ജാഹിലിയത്തിൽപ്പെട്ടതാണ്, പക്ഷെ എന്റെ ഉമ്മത്തിലുണ്ട്, അതവർ ഒഴിവാക്കൂല. ഇല്ല, അങ്ങനെ കരയുന്നില്ല. കാറിലൊക്കെ ഇറങ്ങണം, എന്നെ കരയാൻ പഠിത്താവും. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. നബി പറഞ്ഞു അന്നാഇഹതു, അങ്ങനെ ഏതെങ്കിലും ഒരു പെണ്ണ് വിലപിച്ച് കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാലം തതുഖബല മൗതിഹ, മരിക്കണേന് മുന്നേ, അറിയിക്കാതെ കൊണ്ട് അറിവ് വന്നിട്ട് മരിക്കണേന് മുന്നേ തൗബ ചെയ്തിട്ടില്ലെങ്കിലോ തുഖാമു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവർ വന്നു നിൽക്കും. ഖിയാമത്ത് നാളിൽ പരലോകത്തിലേക്ക് അവൾ വരുന്നത് വഅലൈഹാ സുർബാനുൻ മിൻ ഖത്റാൻ
അവരുടെ ശരീരത്തിൽ ഉരുക്കിയ ടാറിന്റെ വസ്ത്രം ഉണ്ടായിരിക്കും. അവളുടെ വസ്ത്രം എന്തായിരിക്കും? ടാറിന്റെ വസ്ത്രമായിരിക്കും. അതുപോലെ തന്നെ ചൊറിയുന്ന ഒരു തരം അങ്കി ഉണ്ടായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. കുലമഹിമയിൽ അഹങ്കരിക്കാനോ, തറവാടിനെ കുറിച്ച് പറയാനോ, നക്ഷത്രങ്ങൾ കാരണത്താൽ മഴ ലഭിച്ചു എന്ന് പറയാനോ, ആരെങ്കിലും മരണപ്പെട്ടാൽ ആത്മഹത്യ കഴിയാനോ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ശരി, എങ്കിലും മുസ്ലിം സമുദായം ഇങ്ങനെ അവശേഷിക്കും പല ന്യായീകരണങ്ങൾ പറഞ്ഞിട്ട്. പക്ഷേ അത് വന്നു പോയിട്ടുള്ളവർ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിയിട്ടില്ല എങ്കിൽ, പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു സ്ത്രീ വിലപിച്ച് കരഞ്ഞ് പശ്ചാത്തപിക്കാതെയാണ് മരിക്കുന്നതെങ്കിൽ നാളെ പരലോകത്തുണ്ടാകുന്ന ശിക്ഷയെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂർത്തീകരണത്തിൽപ്പെട്ടതാണ് ശകുനം ദുസ്സകുനം നെഹസ് പോലുള്ള സംഗതികളൊന്നും ഇസ്ലാമിനില്ല. എല്ലാ സമയവും ഹൈറാണ്. ആ ഹൈറിലാണ് വിശ്വസിക്കേണ്ടത്. പിന്നെ ജീവിത സന്തോഷകരം തന്നെ എന്ന് പറഞ്ഞിട്ടല്ല അള്ളാഹു ഈ ദുനിയാവിലേക്ക് പറഞ്ഞയച്ചത്. നമ്മെ സൃഷ്ടിച്ചപ്പോൾ തന്നെ അള്ളാഹു എന്താ പറഞ്ഞത്? നിങ്ങളെ പരീക്ഷിക്കാനെന്നാണ് അള്ളാഹു പറഞ്ഞത്. അതുകൊണ്ട് പരീക്ഷിക്കും അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ. ചില ആളുകൾക്ക് അള്ളാഹു സമ്പത്ത് ഒരു പരീക്ഷണമായി കൊടുക്കും, ചില ആളുകൾക്ക് ദാരിദ്ര്യം ഒരു പരീക്ഷണമായി കൊടുക്കും, ചില ആളുകൾക്ക് സൗന്ദര്യമുള്ളത് പരീക്ഷണമാണ്, ചില ആളുകൾക്ക് ഇല്ലാത്ത പരീക്ഷണമാണ്, ചില ആൾക്ക് സന്താനങ്ങൾ പരീക്ഷണമാണ്, ചില ആൾക്ക് സന്താനം ഇല്ല എന്നുള്ളൊരു പരീക്ഷണം. അതൊക്കെ അള്ളാഹു ഇഷ്ടപ്പെട്ടതുപോലെ ഇഷ്ടപ്പെട്ടവർക്ക് ഏറ്റക്കുറച്ചിലനുസരിച്ച് കൊടുക്കും. അവിടെ ക്ഷമിക്കുവാനും സഹിക്കുവാനും ഏതാണെങ്കിലും അതിലെ ഹൈറ് നന്മ ഉദ്ദേശിക്കുവാനുമുള്ള മാനസിക പരിവർത്തനത്തിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹുവിനെ ശരിയായി മനസ്സിലാകുന്നതിലൂടെ എത്തിച്ചേരാൻ സാധിക്കും. അത്തരം വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഇബാദല്ലാഹ് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള വിശ്വാസികളെ, അല്ലാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ ഖുതുബയിൽ നമ്മൾ പറഞ്ഞു വന്നത് ഫർള് നമസ്കാരങ്ങളിൽ കർശനമായും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ്. ആ കാര്യങ്ങളൊക്കെ പാലിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും സ്വയം തിരിച്ചറിയണം എന്നുകൂടി ഈ സമയത്ത് ഓർമ്മപ്പെടുത്താണ്. ഇതിൽ എപ്പോഴും അബദ്ധം സംഭവിക്കുന്ന ഒരു കാര്യമാണ് സുജൂദ് ചെയ്യുന്ന സമയത്ത് കാലുകൾ രണ്ടിങ്ങനെ ചേർത്ത് വെക്കാതിരിക്കാൻ. കാല് രണ്ടിങ്ങനെ അകത്തി വെക്കുന്ന ഒരു അവസ്ഥയാണ് ബഹുഭൂരിഭാഗം ആളുകൾ ഇപ്പോഴും പാലിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്നൊരു നിഷേധ സ്വഭാവം ഉണ്ടാകരുത്, അശ്രദ്ധമായിട്ട് അങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നൊരവസ്ഥയും ഉണ്ടാകരുത് എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ പറഞ്ഞു വച്ചത് രണ്ടാമത്തെ റക്അത്ത് കഴിഞ്ഞ് ഒന്നാമത്തെ അത്തഹിയ്യാത്തിന് വേണ്ടിയിരിക്കുന്ന ഇരിപ്പിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതിനുശേഷം നമുക്കറിയാം അത്തഹിയ്യാത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാൻ സാധിക്കുന്നത് അത്തഹിയ്യാത്തിന് ഇരുന്നാൽ നബി എന്ത് ചെയ്യും? വിരൽ നീട്ടുമെന്നാണ്. അത്തഹിയ്യാത്തിന് വേണ്ടി നബി ഇരുന്നാൽ എന്ത് ചെയ്യും? നബി വിരൽ നീട്ടും. അതുകൊണ്ട് അത്തഹിയ്യാത്തിന് ഇരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? വിരൽ നീട്ടണം. വിരൽ നീട്ടേണ്ട രൂപമൊക്കെ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞു തന്നതാണ്. വിരൽ നേർക്ക് നേരെ ഖിബലയിലേക്ക് നീട്ടിപ്പിടിക്കണം. അതുപോലെ തന്നെ ഒന്നുകിൽ വിരലുകളെ ചുറ്റി ഒരു വൃത്തം പോലെയാക്കണം, അതല്ലെങ്കിൽ ഇതിന് ഈ രൂപത്തിലുള്ള ഒരു രീതിയായിരിക്കണം പാലിക്കേണ്ടത്. തുടയിലാണ് വെക്കേണ്ടത്. അങ്ങനെ താട്ടിയിടാനോ കിഴക്കോട്ടും തെക്കോട്ടും തിരിച്ചു പിടിക്കാനും ശ്രമിക്കേണ്ട, നേർക്ക് നേരെ കഅബയിലേക്കായിരിക്കണം. അത്രയുമാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. അതുപോലെ തന്നെ ആ വിരലിനെ ചലിപ്പിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിരുന്നത്. ആ വിരൽ ചലിപ്പിക്കുമ്പോൾ അത് ഖിബലയ്ക്ക് താഴേക്ക് പോകുന്ന രൂപത്തിൽ ഉണ്ടാകാതെ വളരെ ഖിബലയിൽ തെറ്റാത്ത രൂപത്തിൽ ചലിപ്പിക്കണമെന്ന് പണ്ഡിതന്മാർ ആ ഹദീസ് ഉദ്ധരിച്ചിട്ട് വിശദീകരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് അതിനൊരു പരിഹാസ രൂപത്തിൽ ആക്കി തീർക്കുന്ന ഒരവസ്ഥ മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാകരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതിനുശേഷം നോട്ടം. നമുക്കറിയാം അത്തഹിയ്യാത്തിൽ ഒഴിച്ച് നമസ്കരിക്കുന്ന മനുഷ്യൻ കണ്ണു തുറന്ന് നോക്കേണ്ടത് സുജൂദിലേക്കാണ്. അത്തഹിയ്യാത്തിൽ ഇരുന്ന് വിരൽ നീട്ടിയ ഉടനെ രണ്ട് നോട്ടവും ശരിക്കും ഈ വിരലിലേക്കായിരിക്കണം നോക്കേണ്ടത്. അതിനുശേഷം നമുക്കറിയാം നമ്മൾ സാധാരണ ചൊല്ലിക്കുന്ന അത്തഹിയ്യാത്തിന് അത്തഹിയ്യാത്തു മുബാറക്കാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹി അസ്സലാമു അലൈക
അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഒന്നുകിൽ ഇത്രയും പറഞ്ഞിട്ട് ഒന്നാമത്തെ അത്തഹിയ്യാത്തിന് എഴുന്നേറ്റ് പോരാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോയില്ല. സ്വലാത്ത് ചൊല്ലാൻ നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇന്നക ഹമീദും മജീദ് എന്ന് പറയുമ്പോൾ ചൊല്ലണം. ഒന്നാമത്തെ അത്തഹിയ്യാത്തിന് തശഹ്ഹുദ് എന്ന് പറയും. അതുകൊണ്ട് തന്നെ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം? അത്തഹിയ്യാത്തിന് മൂന്നാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് പോരാം. എന്നാൽ നമ്മളിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ എന്ന് പറഞ്ഞ അവിടെ വെച്ച് അവസാനിപ്പിച്ചിട്ട് എന്ത് ചെയ്യും? മൂന്നാമത്തെ റക്അത്തിലേക്ക് പോരും. അങ്ങനെ പോരരുത്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ എന്ന് നിങ്ങൾ പറഞ്ഞു തുടങ്ങിയാൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ ഇന്നക ഹമീദും മജീദ് എന്ന് പറഞ്ഞിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? എഴുന്നേറ്റ് പോരേണ്ടത്. അത് ഗൗരവമായി ശ്രദ്ധിക്കണം. പിന്നെ അതിന്റെ കൂടെ ശ്രദ്ധിക്കേണ്ടതാ, ഇപ്പൊ ഈ പറഞ്ഞതാണ് ഇബ്രാഹിമി സ്വലാത്ത്. ഇതിനൊരു അക്ഷരം നീക്കാനോ ഇതിനൊക്കെ അക്ഷരം ചേർക്കാനോ ലോകത്തൊരാൾക്കും അള്ളാഹ് അനുവാദം കൊടുത്തിട്ടില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും. എന്നാൽ ഇന്ന് നമ്മൾ എങ്ങനെയാ ചൊല്ലുന്നത്? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ എന്നാണ്. അത് ഇബ്രാഹിമി സ്വലാത്തിലില്ല. സയ്യിദിന എന്ന നബിയെ വിളിച്ചുകൂടെ? വിളിക്കാൻ ഒരു കുഴപ്പമില്ല. ഞങ്ങളുടെ നേതാവാണ് മുഹമ്മദ് നബി എന്ന് പറയുന്നതിലൊക്കെ തെറ്റ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിക്റായിട്ട് ഒരു സ്വലാത്തായി പഠിപ്പിച്ചതിൽ പിന്നെ എന്തില്ല? സ്നേഹം മൂത്തിട്ട് അതിലേക്ക് ഒരു പദം ചേർക്കലില്ല. ചേർത്താൽ ഇത് അച്ചപ്പെട്ടു പോകും. സ്വലാത്തിനെ മാറ്റി തിരുത്തിയുടെ നല്ല പരലോകത്ത് വരേണ്ടി വരും. അതുകൊണ്ട് ആരെങ്കിലും അബദ്ധവശാൽ അങ്ങനെ പറഞ്ഞു പഠിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ജുമാ നമസ്കാരത്തോട് എന്ത് ചെയ്യണം? അതിനെ നിർബന്ധമായി ഒഴിവാക്കണം. ഒരു സംശയത്തിന് വേണ്ട. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് എന്നൊരു പ്രയോഗമില്ല. ഇബ്രാഹിമി സ്വലാത്തിൽ അങ്ങനെ ഒരു പ്രയോഗമില്ല. ഉള്ള പ്രയോഗം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അതുകൊണ്ട് ശരിക്കും ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചു തന്ന ഒന്നിൽ ഒരക്ഷരം മാറ്റിവെക്കാനോ ഒരക്ഷരം അതിലേക്ക് ചേർക്കാനുള്ള അനുവാദം ലോകത്തൊരാൾക്കും ഇല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് വഹീന്റെ അടിസ്ഥാനത്തിലാണ്. നബിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അതിലേക്ക് ചേർക്കാൻ പോലും അള്ളാഹ് അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഇന്ന് വരെ ചൊല്ലിയിട്ടുള്ളത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിന് ഇങ്ങനെ ഒരൊറ്റ പോക്കങ്ങ് പോയിരിക്കും, വെള്ളം പൊളിച്ചു വിട്ട പോലെ. ആ പോക്ക് പോയി ഇനിയും വരും. ഇതറിഞ്ഞിട്ട് നിങ്ങൾ ആ പോക്ക് പോയി അബദ്ധം വന്നാൽ ചിലപ്പോൾ ശിക്ഷിക്കപ്പെട്ടേക്കാം. അതുകൊണ്ട് തന്നെ നമസ്കാരത്തിൽ ജാഗ്രതയോടുകൂടി ശ്രദ്ധിക്കാം. ഇബ്രാഹിമി സ്വലാത്ത് എവിടെയൊക്കെ ചൊല്ലുന്നോ അവിടെ ഒരിക്കൽ പോലും സയ്യിദിന എന്ത് ചെയ്യരുത്? ചേർക്കരുത്. എന്നാൽ നബിയുടെ പേര് പറയുന്ന സമയത്ത് എന്ത് ചെയ്യാം? സയ്യിദിന എന്ന് ചേർക്കാം, മുസ്തഫ എന്ന് ചേർക്കാം, അതുപോലെ ഹബീബ് എന്ന് ചേർക്കാം. ആർക്കും ഒരു പ്രശ്നമില്ല. പക്ഷേ ഈ ഇബ്രാഹിമി സ്വലാത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഹബീബ് എന്നോ സയ്യിദിന എന്നോ ഒന്ന് ചേർക്കാൻ അനുവാദം നമുക്കില്ല. അത് ശരിക്കും ശ്രദ്ധിക്കണം. ഈ അത്തഹിയ്യാത്ത് ഒന്നാമത്തതാണ്. അതുകൊണ്ട് ഒന്നാമത്തെ അത്തഹിയ്യാത്ത് പറയുക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. മൂന്നാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് പോരാ. അതല്ല, നിങ്ങൾ അല്ലാഹുമ്മ സ്വല്ലി അലാ തുടങ്ങിയാൽ ഇന്നക ഹമീദും മജീദ് വരെ എന്ത് ചെയ്യണം? പറയണം. അതാണ് ചര്യ, അതാണ് പാലിക്കേണ്ടത്. അത് പാലിക്കുവാൻ ശ്രദ്ധിക്കുക. നമസ്കാരവും മറ്റ് ആരാധന കർമ്മങ്ങളും ഒക്കെ ശരിക്കും ശ്രദ്ധിച്ചു നിർവഹിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾക്കൊള്ളിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. അറിവില്ലായ്മ മൂലം ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ന്യൂനതകളും ഒക്കെ അർഹമുർ-റാഹിമായ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നാളെ മരണാനന്തര ജീവിതത്തിൽ സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ ഉൾക്കൊള്ളിച്ച് അർഹമുർ-റാഹിമായ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين امين يا رب العالمين. واخر دعوانا ان الحمد لله رب العالمين وصلى الله على محمد وآله وصحبه وسلم والحمد لله رب العالمين.